നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രിയൻ ചേട്ടനോട് സംസാരിക്കാൻ ഞാൻ വരില്ല. ഞാൻ കാരണം പ്രിയൻ ചേട്ടൻ ഇവരൊക്കെ വിട്ടു പോയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. പ്രിയൻ ചേട്ടൻ പോരുത്, എന്റെ അപേക്ഷയാ. നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പോകുന്നത്. എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേർന്നേ പറ്റൂ. അതിനിവിടെ നിന്ന് പോണം. നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ജോലി ചെയ്യാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിവിടെ നിന്ന് പോയാലും നമ്മൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും എന്നും നിലനിൽക്കും. എന്നും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയൻ ചേട്ടാ, ഇവളെപ്പോഴും വന്നത്? അവള് വന്നിട്ട് കുറച്ച് സമയായി. വന്നപ്പോ തൊട്ടേ ഇതേ ഇരിപ്പ. നല്ല സങ്കടത്തിലാ, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവള് പ്രിയനോട് ഗന്ധർവനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും. പ്രിയൻ വഴക്കും പറഞ്ഞിട്ടുണ്ടാവും. അവളെ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക? എന്ത് പറഞ്ഞാലും അവളുടെ തലയിൽ കേറില്ലല്ലോ. അത് വിട്, വഴക്കെരന്ന് വാങ്ങിയതല്ലേ. സങ്കടം മാറുമ്പോ റൂമിലേക്ക് വന്നോളൂ. നീ വാ വാ. നിക്കടി. അവളുടെ ഇരിപ്പ് കണ്ടോണ്ട് എങ്ങനെയാ നമ്മൾ പോവുക? അവളുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണെങ്കിലും അവളെ സഹായിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. നീ വാ. എന്താടി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഗന്ധർവനെ കുറിച്ച് ചോദിച്ചാ പ്രിയ വീണ്ടും വഴക്ക് പറയുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. കിട്ടേണ്ടത് കിട്ടിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? പ്രിയൻ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. പ്രിയൻ ചേട്ടൻ കമ്പനിന്ന് പോയി. പ്രിയൻ കമ്പനിന്ന് പോയെന്നോ? എവിടേക്ക്? ജോലി രാജിവെച്ചു. നീ എന്താടി ഈ പറയുന്നേ? ഞാൻ പറഞ്ഞ സത്യ. എന്തിനാ ജോലി രാജിവെച്ച്? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, കുറെ സമ്പാദിക്കണം, അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങളൊക്കെയാ പറയുന്നത്. വെറുതെ പറയുന്നതാ. അതിനു വേണ്ടിയൊന്നും അല്ല ജോലി രാജിവെച്ചത്. പിന്നെ? അറിയില്ല. മോഹൻ ചേട്ടനും ജയന്തി ചേച്ചി എല്ലാവരും ചോദിച്ചു. പ്രിയൻ ചേട്ടൻ തുറന്നു പറയുന്നേ ഇല്ല. പ്രിയനും കരുനാഗവും തമ്മിൽ അവിടെ എപ്പോഴും വഴക്കും പ്രശ്നമാണെന്നല്ലേ നീ പറഞ്ഞത്? അതിൽ മനസ്സുമെടുത്തിട്ടായിരിക്കോ പ്രിയൻ ജോലി രാജിവെച്ചത്? അതാണെങ്കിൽ പ്രിയൻ ചേട്ടൻ അത് തുറന്നു പറയില്ലേ? ഇന്നലെ ഇന്നൊന്നും പ്രിയൻ ചേട്ടനും കരുണാരൻ സാറും തമ്മിൽ വഴക്കുണ്ടായിട്ടൊന്നുമില്ല. അന്ന് വഴക്കുണ്ടായതിന് ഇന്നാണോ ജോലി രാജിവെക്കുന്നത്? കാരണം അതൊന്നും അല്ല, വേറെ എന്തോ ഒരു കാരണമുണ്ട്. എന്തായിരിക്കും ആ കാരണം? നിനക്കെന്താ തോന്നുന്നത്? എനിക്കറിയില്ല മീര. എത്ര ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. നീ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. പ്രിയൻ ജോലി വിട്ടുപോകാൻ കാരണം നീ തന്നെയാ. ഞാനോ? അതെ. മീര, നീ എന്തൊക്കെയാടി പറയുന്നേ? മീര പറയട്ടെ ഐഷ. ഇവൾക്കിപ്പോ എന്നെ കുറ്റം പറയാൻ വലിയ താല്പര്യം. ഇവൾക്ക് തോന്നുന്നതെല്ലാം പറയട്ടെ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നീ എപ്പോഴും ഗന്ധർവനെ കുറിച്ച് ചോദിച്ച് പ്രിയനെ ശല്യം ചെയ്യുമല്ലേ. പ്രിയൻ നിനക്ക് ചെയ്തു തന്ന സഹായങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് നീ ഗന്ധർവനല്ലേ കൊടുത്തത്. അത് പ്രിയനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും.
നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പ്രിയം കണ്ടുപിടിച്ച വഴിയായിരിക്കും അത്. ഇനി ഗന്ധർവനെ അന്വേഷിച്ചു പോവാൻ പാടില്ലെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞല്ലേ? നീ കേട്ടില്ല. ഗന്ധർവനെ കുറിച്ച് മാത്രം നീ ആലോചിച്ചാ പോരാ. എന്തിനും ഏതിനും നിന്റെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ കുറിച്ചുകൂടി നീ ആലോചിക്കണം. മീര